ഏറ്റവും ഒടുവിൽ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. ആ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ നമുക്ക് ലഭിക്കേണ്ട സഹായങ്ങൾ ലഭിച്ചില്ല. പക്ഷേ സർക്കാർ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു, അവിടെയുള്ള ദുരന്തബാധിതരായവരെ വലിയ തോതിൽ പുനരധിവസിപ്പിക്കും. ആ പുനരധിവാസ നടപടികൾ ഫലപ്രദമായി മുന്നോട്ട് പോകുന്നു. ഇന്ന് നവംബർ 1, അടുത്ത മാസം ഡിസംബർ, പിറ്റത്തെ മാസം ജനുവരി. ആ ജനുവരിയിൽ അവിടെയുള്ള പ്രഖ്യാപിച്ച ടൗൺഷിപ്പ് പൂർത്തിയാക്കി ആ വീടുകളിൽ ആളുകളെയും കുടുംബങ്ങളെയും താമസിപ്പിക്കുമെന്നതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഇതാണ് കേരളം. ഒരു പ്രതിസന്ധിക്കും നമ്മെ തകർക്കാനാവില്ല. കാരണം നമ്മുടെ നാടിൻ്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവും. അതിനു മുന്നിൽ ഒരു പ്രതിസന്ധിയും തടസ്സമല്ല. നമ്മുടെ മുന്നിൽ അസാധ്യമായ ഒന്നുമില്ല എന്നതാണ് നാം ഈ ഓരോ ഘട്ടത്തിലും തെളിയിച്ചിട്ടുള്ളത്. പക്ഷേ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായ രീതിയിലുള്ള സമീപനം സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇത്തരം പ്രവൃത്തികൾ നല്ല രീതിയിൽ തുറന്നു കാട്ടപ്പെടേണ്ടതായിട്ടുണ്ട്. ഇത് ഒരു നാടിനോടും ചെയ്യാൻ പാടില്ലാത്ത നടപടിയാണ് എന്നത് നാം ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ട്.